ഹായ് ഹലോ. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ കുറച്ച് നാളായി എല്ലാവരെയും കണ്ടിട്ട്, എനിക്ക് തോന്നുന്നു 2-3 ആഴ്ചയായി വീഡിയോസ് കാര്യങ്ങളെല്ലാം ഇട്ടിട്ട്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ, ഫാമിലി ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയതുകൊണ്ട് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് വൈകിട്ട് താമസിച്ച് നമ്മുടെ വ്ളോഗിലും നമ്മുടെ മെയിൻ ചാനല് വ്ളോഗും നമ്മൾ കുറച്ചാണ്, പക്ഷെ ഷോർട്ട് വീഡിയോ നമുക്ക് മുടങ്ങാതെ ഇങ്ങനെ പോകുന്നുണ്ട് ഈ ഇച്ചായത്തിയും ചാനലിൽ. അപ്പൊ ഇച്ചായനും ഇച്ചായത്തി എന്ന് പറയുന്ന ചാനൽ നമ്മുടെ ഫസ്റ്റ് ചാനലാണ്. അപ്പൊ അത് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കാട്ടോ. അപ്പൊ ഞാൻ ഇന്ന് വന്നേക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് പ്രൊമോഷന്റെ ഭാഗമായിട്ട് നമുക്ക് കുറെ ഐറ്റംസ് നമുക്ക് കിട്ടാറുണ്ട്. ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് ഉൾപ്പെടെ നമുക്ക് പ്രൊമോഷന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ കിട്ടുന്നതാണ്. അപ്പൊ എനിക്ക് ഭയങ്കര ഉപകാരമായിട്ടുള്ള ഒരു ഇത്, എനിക്ക് മാത്രമല്ല ബാക്കിയുള്ള അമ്മമാർക്കായാലും, പിന്നെ കൂടുതലും എനിക്ക് തോന്നുന്നു ബാച്ചിലേഴ്സിനും പിന്നെ ദൂരെ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്കും എല്ലാവർക്കും, ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾക്കായാലും ഇത് വളരെ ഉപകാരമായിരിക്കും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അലക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടും സമയവും എടുക്കുന്ന ഒരു കാര്യം. അലക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ വേറെ പണികളിലൊന്നും നമുക്ക് ഏർപ്പെടാൻ പറ്റില്ല. ഇപ്പൊ ചെറിയൊരു കഞ്ഞിയും കറിയും വെക്കുമ്പോഴത്തേക്ക് നമുക്ക് കറിയൊക്കെ ഒന്ന് ചെറുതായിട്ട് ജസ്റ്റ് ഗ്യാസ് കുറച്ചിടുകയെ അല്ലെങ്കിൽ ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്ത്, അല്ലെങ്കിൽ മീനൊക്കെ വറക്കണമെങ്കിൽ മറച്ച് കിട്ടിട്ട് ബാക്കിയുള്ള ജോലികൾ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷെ അലക്കിക്കൊണ്ടിരിക്കുമ്പോ എന്ന് പറഞ്ഞാൽ അലക്കി തന്നെ നമ്മൾ നിൽക്കണം. അതിൻ്റെ ഇടന്ന് മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു, അതായത് ഓൾറെഡി നമ്മൾ നനഞ്ഞിരിക്കുന്നതായിരിക്കും, പിന്നെയും അകത്തോട്ട് കയറുന്നതും ചെയ്ത് പിന്നെയും നനവിലോട്ടില്ല. അതൊരു ബുദ്ധിമുട്ടായിരിക്കും മിക്ക ആൾക്കാർക്ക് എല്ലാവർക്കും. എനിക്കങ്ങനെ പേഴ്സണലി ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് തുടച്ചിട്ട് അകത്തോട്ട് കയറി വേറെ ജോലി ചെയ്ത് പിന്നെ വെള്ളത്തിലോട്ട് ചാറണമെന്നല്ല, വെള്ളത്തിൽ പോയിട്ട് പിന്നെ തുണി തിരുമ്പല് അങ്ങനെയുള്ളത്. അപ്പൊ നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒന്നാണ് വാഷിംഗ് മെഷീൻ എന്ന് പറയുന്നത്. അതാകുമ്പോൾ തുണി അതിനകത്തിട്ടിട്ട് നമുക്ക് അങ്ങനെ മാറുക, പല പല പണികളിലും നമുക്ക് ഏർപ്പെടാം. അപ്പൊ അങ്ങനെ പറ്റിയ ഒരു ചെറിയൊരു വാഷിംഗ് മെഷീനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. ആ വാഷിംഗ് മെഷീന്റെ പേരാണ് ഉദിതി വാഷിംഗ് മെഷീൻ. അതിന്റെ വില കേട്ടാൽ തന്നെ നിങ്ങൾ ഞെട്ടും, അത് ഷുവറാണ്. അപ്പൊ ഞങ്ങൾ ഇതിന്റെ ഷോർട്ട് വീഡിയോ ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഞാൻ ഇതിനകത്ത് വീഡിയോയിൽ ഇടും. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഉപകാരപ്രദമായിട്ടുള്ളൊരു സംഭവമായിരുന്നത്. അതായത് വെറും 3100 രൂപ ഉള്ള ആ വാഷിംഗ് മെഷീൻ. അപ്പൊ ഞാനത് കാണിച്ചു തരാം നിങ്ങൾ. അതിന് മുമ്പ് ഞാൻ അതിനെ പറ്റിയുള്ള കുറച്ച് ഡീറ്റെയിൽ കാര്യങ്ങൾ പറഞ്ഞുതരാം, എന്നിട്ട് നമുക്ക് ആ വാഷിംഗ് മെഷീന്റെ കാര്യങ്ങളിലോട്ട് പോവാം. വെറും 3100 രൂപ ഈ വാഷിംഗ് മെഷീനിലുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സാധാരണ വാഷിംഗ് മെഷീൻ നമ്മൾ ഷോറൂമുകളിൽ അവിടെ പോയി നമ്മൾ വാങ്ങും. അതിൽ നിന്നും ചെറുതാണ്. അതായത് നമുക്ക് വീട്ടിൽ അതിന് വേണ്ടിയിട്ട് തന്നെ ഒരു സ്പേസ് വേണം നമുക്ക് വാഷിംഗ് മെഷീന്. പക്ഷെ ഈ വാഷിംഗ് മെഷീൻ അതിന് വേണ്ടിയിട്ടായിട്ട് ഒരു സ്പേസ് തന്നെ വേണമെന്നില്ല. ഇത് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതാണ്. കയ്യിൽ ഒതുങ്ങുന്ന വെച്ചാൽ നമുക്ക് പൊക്കിയെടുത്ത് മാറ്റി വെക്കാം. ഇപ്പൊ നമ്മളൊരു റൂമില് അല്ലെങ്കിൽ എവിടെയാണ് നമ്മുടെ നമ്മൾ കുളിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോകുമ്പോ ബാത്റൂമിന്റെ സൈഡില എവിടെയെങ്കിലും ചിലപ്പോൾ വേണമെങ്കിൽ നമ്മുടെ റൂമിന്റെ സൈഡിലൊരു അരികത്ത് വരെ വെക്കാൻ പറ്റിയ സൈസ് ഒരു വാഷിംഗ് മെഷീനാണ്. അപ്പൊ ഞാനത് നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം, അതിനെ പറ്റി പറഞ്ഞു തരാന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ വാഷിംഗ് മെഷീനില് റേറ്റ് എത്ര, കറണ്ട് ബില്ലിന്റെ കാര്യം എനിക്കറിയത്തില്ല. നമ്മുടെ സാധാരണ വാഷിംഗ് മെഷീനിൽ എത്ര ഇതാണ് വന്നതെന്ന് അറിയില്ല. പക്ഷെ ഇതിനകത്ത് വാഷിംഗ് മെഷീൻ നമ്മൾ 5 മണിക്കൂർ യൂസ് ചെയ്തതാൽ 1 യൂണിറ്റ് കറണ്ട് മാത്രമേ ഇതിന് വരുള്ളൂ. വളരെ കുറവായിട്ടേ വരുള്ളൂ. മറ്റുള്ള വാഷിംഗ് മെഷീൻ എനിക്ക് അറിയത്തില്ല, പക്ഷെ ഇതിന് വളരെ കുറവായിട്ട്, അത് 5 മണിക്കൂർ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും, ഈ വാഷിംഗ് മെഷീൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും 1 യൂണിറ്റേ വരുള്ളൂ. പിന്നെ അതുപോലെ ഇതിന്റെ വില എന്ന് പറയുന്നത് 3100, ഞാൻ പറഞ്ഞു തോന്നുന്നത് 3100 രൂപ ആണ്. പക്ഷെ നമ്മളിത് വാങ്ങുമ്പോൾ 3100 പ്ലസ് GST കൂടി ഒരു 4000 സംതിങ് രൂപ നമുക്ക് ഈ വാഷിംഗ് മെഷീനിൽ മുടക്കേണ്ടി വരും. ഇപ്പൊ നമ്മൾ എടുക്കുന്നത് തന്നെ പല കമ്പനികളുടെ വാഷിംഗ് മെഷീൻ കാര്യങ്ങളെല്ലാം എടുക്കണമെങ്കിൽ തന്നെ നമുക്ക് ഇത്രയും രൂപക്ക് വാഷിംഗ് മെഷീൻ ഒരിക്കലും ഒരു സ്ഥലത്തു നിന്നും കിട്ടണില്ല. എന്റെ അറിവിൽ കിട്ടണില്ല. ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടാകുന്ന എനിക്കറിയില്ല. അങ്ങനെയൊന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യട്ടെ, ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടോ ഇല്ലേന്ന് അറിയണം. അപ്പൊ അങ്ങനെ വാഷിംഗ് മെഷീൻ അങ്ങനെ വേറെ എവിടെയെങ്കിലും കിട്ടണ്ടെന്നുള്ളതൊന്ന് കമന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ വാഷിംഗ് മെഷീൻ കൊണ്ട് കുറേ ഉപകാരങ്ങളുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ബാച്ചിലേഴ്സ് ആയിട്ട് താമസിക്കുന്നവരും ഹോസ്റ്റലുകളിൽ പോയി പഠിക്കാൻ വേണ്ടിയിട്ട് പോണ കുട്ടികൾക്ക് ഈ അലക്കിടാനൊന്നും ടൈമോ കാര്യങ്ങളോ ഒന്നും, പഠിക്കാനും അലക്കാനും കറി വെക്കാനും എനിക്ക് അവർക്ക് നേരം. അപ്പൊ ആ ഒരു ഇതിൽ പോകുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും എനിക്ക് തോന്നുന്നത് ഈ ഒരു വാഷിംഗ് മെഷീൻ ഉപകാരമാണ്. അധികം വെയിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, ലൈറ്റ് വെയിറ്റ് ആണ്. ഞാൻ തന്നെ ഇപ്പൊ ആ ബോക്സിൽ നിന്ന് എടുത്ത് നോക്കി ഇവിടെ കൂടാതെ വെച്ചിട്ടുണ്ട്, നിങ്ങളെ കാണിച്ചത്. എനിക്ക് തന്നെ ഒറ്റക്ക് ചെയ്ത് പോക്കി എടുക്കാം. പക്ഷെ നമുക്ക് മറ്റേ വാഷിംഗ് മെഷീൻ അങ്ങനെയല്ല, നമുക്ക് ഒറ്റ പോക്കി എടുക്കാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ അതിന്റെ വെയിറ്റ് കാര്യങ്ങളും നമുക്ക് ഇപ്പൊ വാങ്ങാൻ അതായത് ഒരു 10 രൂപ മേലെ അല്ലെങ്കിൽ ഒരു 8 രൂപ മേലേക്ക് വരുമെന്ന് തോന്നുന്നുണ്ട് വാഷിംഗ് മെഷീൻ. ഞങ്ങളുടെ വേൾപൂളിന്റെ
7.2 ആണെന്ന് തോന്നുന്നുണ്ട്. അതിന് തന്നെ ഒരു 10 രൂപ ആ ഒരു റേഞ്ച് ഉള്ളു ഉണ്ട് ഉള്ളൂ എന്നല്ല ഉണ്ട്. പക്ഷെ അതിനേലും കുറവാണ് നമുക്ക് ഈ വാഷിംഗ് മെഷീൻ. അപ്പൊ നമുക്ക് എന്തായാലും ഈ വാഷിംഗ് മെഷീൻ ഞാൻ പരിചയപ്പെടുത്തി തരാം. പിന്നെ അതിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിലും അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഈ വാഷിംഗ് മെഷീൻ ഞാൻ ആദ്യം എടുത്ത് കാണിച്ചു തരാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് ആ കക്ഷി നമ്മളെ എപ്പോഴും സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം. ആൻഡ്രോയിഡ് കുഞ്ഞപ്പനൊക്കെ പോലെ അതേപോലത്തെ ഒരു ചെറിയൊരു മെഷീനാണ് ഇത്. വാഷിംഗ് മെഷീൻ ഇത് കണ്ടില്ലേ, ലൈറ്റ് വെയിറ്റ് ആണ്. എനിക്ക് അത് പൊക്കാവുന്ന ഒരു ഇതേ ഉള്ളൂ. നമുക്ക് ആ റൂമിൽ നിന്ന് ഇപ്പുറത്തെ റൂമിലോട്ടോ അല്ലെങ്കിൽ ബാത്റൂമിലോട്ടോ കൊണ്ടുപോയി വെച്ചിട്ട് വാഷ് ചെയ്തിട്ട് നമുക്ക് അവിടെ നിന്ന് വാഷ് ചെയ്ത് അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് മാറ്റി വെക്കാം. അങ്ങനെയുള്ളതുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ കുട്ടികൾക്ക്, ബാച്ചിലേഴ്സിനും, പിന്നെ കൂടുതലും ബാച്ചിലേഴ്സിനും, പിന്നെ ഹോസ്റ്റലിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഉപകാരം. പിന്നെ അതുപോലെ തന്നെ വീട്ടിൽ 2 പേര്, ഇപ്പൊ ഞങ്ങളെ പോലെ 2 പേരുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ ഇത് മതി. പക്ഷെ നമ്മള് സാധാരണ നമ്മൾ മിഷീനിലിരുന്ന അത്രയും തുണി നമുക്ക് ഇതിനകത്ത് തികയില്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു കുന്നായിട്ട് കൂട്ടിയിട്ട് നമ്മൾ അലക്കില്ലല്ലോ. നമ്മൾ കുറച്ചാകുമ്പോൾ തന്നെ അലക്കും. അപ്പൊ അത്യാവശ്യം നമുക്ക് കൊള്ളുന്ന രീതിയിൽ ഇതുണ്ട്. ഇത് അലക്കേണ്ട രീതിയെല്ലാം ഞാൻ നിങ്ങളെ പറഞ്ഞു കാണിച്ചൊക്കെ തരാം. അപ്പൊ ഇതാണ് ഉദിതി വാഷിംഗ് മെഷീൻ. അപ്പൊ ഇത് 6 kg 9 kg അവൈലബിൾ ആണ്. ഇത് ഓൾ കേരള സർവീസ് ഉണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് ഇത് കറക്റ്റ് ആയിട്ട് അവർ എത്തിച്ചു തരും. നമ്മൾ അവിടെ പോയി ഇടിക്കുക കാര്യങ്ങളൊന്നും വേണ്ട. അവർ കറക്റ്റ് ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഇത് എത്തിച്ചു തരും. പിന്നെ അതേപോലെ തന്നെ ഇതിനകത്ത് പറയാനുള്ളത് നമ്മൾ സാധാരണ വാഷിംഗ് മെഷീൻ പോലെ തന്നെ തുണി ഇടുക, വെള്ളം ഒഴിക്കുക, ആ ഒരു അതിന് പ്ലഗ് കാര്യങ്ങളുണ്ട്. പ്ലഗ് ഇൻ ചെയ്യുക. ജസ്റ്റ് ആദ്യം തന്നെ ഒന്ന് പ്ലഗ് ഇൻ ചെയ്യുക. ഇവിടെ കിട്ടാൻ സ്ഥലമില്ലാത്തത് ഞാൻ കാണിക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് പ്ലഗ് ഇൻ ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിനകത്തൊരു മൂടി ഉണ്ട് കേട്ടോ. ഇതാണ് അതിന്റെ മൂടി കേട്ടോ. നമുക്ക് തുണിയൊക്കെ ഇട്ട് വെള്ളമൊക്കെ വെച്ചിട്ട് ഇതാക്കാം. പിന്നെ ജസ്റ്റ് അവിടെ പൈപ്പ് ഞാനും മറന്നുപോയി ഗൈസ്. പിന്നെ ഞാൻ തിരിച്ച് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇവിടെ ഇട്ടാണ് നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്യേണ്ട പൈപ്പ് കാര്യങ്ങളും ബുഷും അവര് തന്നിട്ടുണ്ട്. അല്ല, ബുഷ് എന്നൊക്കെ അല്ലേ ഇതിനെ പറയുന്നത്, കറക്റ്റായിട്ട് അറിയില്ല. അപ്പൊ ഇത് തന്നിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്കിവിടെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഊരാട്ട ഊരിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇട്ടിട്ട് അങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് പൈപ്പിന്റെ കണക്ട് ചെയ്യാം. നമുക്ക് പൈപ്പ് കണക്ട് ചെയ്തിട്ട് വെള്ളം ഇതിൻ്റെ ഉള്ളിൽ വീഴും. ഇതിൻ്റെ ഉള്ളിൽ വീണ് കഴിഞ്ഞാലുടനെ തന്നെ നമുക്ക് തുണിയും ആവശ്യത്തിന് സോപ്പ് പൊടിയും അല്ലെങ്കിൽ സോപ്പ് പൊടി ലിക്വിഡ് 2 യൂസ് ചെയ്യാട്ടോ. ഇത് വേണമെങ്കിൽ ഇടാം. ലിക്വിഡ് ഇട്ടിട്ട് നമുക്ക് വെള്ളം നിറഞ്ഞ് കഴിയുമ്പോൾ വെള്ളം നിറച്ച് ആവശ്യത്തിന് വെള്ളം തുണി ഇട്ടിട്ട് ഇത് മൂടി വെക്കുക. അതിനുശേഷം പ്ലഗ് ഓൺ ചെയ്തിട്ട് നമുക്ക് ഈ സ്വിച്ച്, ഈ താഴെ കാണുന്ന ഈ സ്വിച്ചിൽ നമുക്ക് എന്ത് ചെയ്യാം, തിരികാന്ന് വെച്ചാൽ ഇത് ഇവിടെ പ്രത്യേകിച്ച് എഴുതി വെച്ചിട്ടുണ്ട്, ഡോണ്ട് ടേൺ ലെഫ്റ്റ്. ഓക്കെ, ലെഫ്റ്റിലോട്ട് അല്ലേ, ലെഫ്റ്റിലോട്ട് ഒരിക്കലും തിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. നമ്മൾ റൈറ്റിലോട്ട് മാത്രം തിരിച്ചാൽ മാത്രം മതി. അതായത് ഇവിടെ ആരോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ 15 മിനിറ്റ് നമ്മൾ ടൈമിന്റെ ഇതാണ് ഇതിനകത്തുള്ളത്. അപ്പൊ ആ 15 മിനിറ്റ് നമ്മൾ തിരിച്ച് റൈറ്റിലോട്ട് തിരിക്കാൻ, ഒരിക്കലും ലെഫ്റ്റിലോട്ട് തിരിക്കാൻ പാടില്ല. ലെഫ്റ്റിലോട്ട് തിരിച്ചാൽ ചിലപ്പോൾ കംപ്ലൈന്റ് ആയി പോകാതിരിക്കാം. എനിക്ക് എന്താണ് എന്ന് അറിയില്ല, നമ്മൾ ഇതുവരെ ലെഫ്റ്റിലോട്ട് തിരിച്ച് നോക്കിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് എനിക്കറിയില്ല. അതുകൊണ്ട് അത് പ്രത്യേകിച്ച് എഴുതി വെച്ചിട്ടുണ്ട്, നമ്മൾ ഇതിനകത്ത് ചെയ്യരുത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, ലെഫ്റ്റിലോട്ട് തിരിക്കരുതെന്ന്. അപ്പൊ നേരെ നമ്മൾ റൈറ്റിലോട്ട് തിരിക്കുക. എന്നിട്ട് 15 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്യുന്ന വാഷിംഗ് മെഷീനിൽ ഇത് കറക്റ്റ് കഴിയുമ്പോൾ നമ്മൾ സാധാരണ വാഷിംഗ് മെഷീനിലൊക്കെ അലാറം കാര്യങ്ങളൊക്കെ അടിക്കും. അതേപോലെ തന്നെ ഇതിനകത്തൊരു ലൈറ്റ് താഴെ വന്നിട്ടുണ്ട്. ആ ലൈറ്റിൽ അലാറം അടിക്കും. അലാറം അടിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഒരു പൈപ്പ് ഉണ്ട്. ഞാൻ ഇതിനെ തിരിച്ചിരിച്ച് വയ്യാതെയൊക്കെ തോന്നുന്നുണ്ട്. ഇവിടെ ഒരു പൈപ്പ് ഉണ്ട്. ഈ പൈപ്പ് നമുക്ക് ഊരിയിട്ട് ജസ്റ്റ് താഴത്തോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ജസ്റ്റ് താഴത്തോട്ട് ഇട്ട് കൊടുത്താൽ ആ വെള്ളം പോകും. അല്ലാതെ നമ്മൾ മറ്റു വാഷിംഗ് മെഷീനിലെ പോലെ വേറെ ഇത് തിരിക്കേ കാര്യങ്ങളൊന്നും വേണ്ട. അപ്പൊ അതങ്ങനെ വെള്ളം അപ്പൊ നമുക്ക് തനിയെ പോയിക്കോളും. വെള്ളം പോയി കഴിയുമ്പോൾ പിന്നെ അതുപോലെ തന്നെ മറ്റു വാഷിംഗ് മെഷീൻ നൂല് കാര്യങ്ങളെല്ലാം അതിനകത്ത് തപ്പി തടങ്ങി അവിടെ എവിടെയൊക്കെ കിടക്കും, മണ്ണ് കാര്യങ്ങളെല്ലാം. പക്ഷെ ഇതിനകത്ത് അങ്ങനെയുള്ള ഇതൊന്നുമില്ല. ആ ഓവിക്കൂടി എല്ലാം, അതായത് ഇപ്പൊ നമ്മൾ സാരിയോ അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് എന്തെങ്കിലും അതിന്റെ നൂല് കാര്യങ്ങളൊക്കെ നമ്മുടെ ആ വാഷിംഗ് മെഷീൻ്റെ ഉള്ളിലും അതിന്റെ ഉള്ളിൽ സ്റ്റക്കായി കിടക്കും. ഇത് അങ്ങനെയുള്ള പേരില്ല. കറക്റ്റ് ഈ വെള്ളത്തിന്റെ ഒപ്പം തന്നെ അത് പോന്ന് ക്ലീൻ ആവും. ഇത് ശരിക്കും പറഞ്ഞാൽ 10 വർഷത്തെ വാറന്റിയോട് കൂടിയാണ് അവരിത് ചെയ്തേക്കുന്നത്, നമുക്ക് തരുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഉപയോഗിക്കുന്നത് 9 kg ആണ്. ഇതിലല്ലാതെ 6 kg ഉണ്ട്. അപ്പോൾ 6 kg ആകുമ്പോൾ അതനുസരിച്ച് റേറ്റ് കാര്യങ്ങളും അതേപോലെ ആവും. എനിക്ക് 3100 രൂപ മുതൽ സ്റ്റാർട്ടിങ് ആണെന്നാണ് പറഞ്ഞത്. അപ്പൊ 6 kg ആയിരിക്കും ചിലപ്പോൾ 3100 പ്ലസ് GST വന്നിട്ട് പിന്നെ 10 ഇയർ വാറന്റിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇനി ഇതിനകത്ത് ഞാൻ എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടാന്ന് എനിക്കറിയില്ല.
ഇത് അലക്കണ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ സൈഡിൽ നമ്മൾ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കൂടുതൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും അതിന്റെ ഒരു ക്ലിപ്പ് ഞാൻ ഇതിന്റെ ഒപ്പം തന്നെ ആഡ് ചെയ്യാം, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നും കാര്യങ്ങൾ അലക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞു തരല്ലേ ചെയ്യുന്നത്, ഞാൻ കാണിച്ചു തന്നില്ലല്ലോ. അപ്പൊ അങ്ങനെ അപ്പൊ എല്ലാവർക്കും ഇതൊരു ഉപകാരപ്രദമാവുന്ന ഒരു ചെറിയൊരു വിഷയം. അപ്പൊ എല്ലാവർക്കും അത്ഭുതമാണ്. ഞാൻ ഇങ്ങനെ ഇത് കിട്ടിയപ്പോഴത്തേക്ക് എല്ലാവരും ചോദിച്ചു 3100 രൂപ വാഷിംഗ് മെഷീനാണ്, 3100 രൂപയുടെ വാഷിംഗ് മെഷീനാന്ന് പറഞ്ഞ് എല്ലാവർക്കും ഭയങ്കര ഒരു ഇതായിരുന്നു. അപ്പൊ ഇതായിരുന്നു ആ സംഭവം. നല്ലപോലെ അതുപോലെ തന്നെ അഴുക്ക് കാര്യങ്ങൾ ഞാൻ ആ വീഡിയോ തന്നെ അറിയാം. നമ്മൾ ചവിട്ടിയുടെ കളർ ആകെ ഭയങ്കര കറുത്ത് കരിക്കട്ട പോലെ ഇരിക്കുന്ന കളറായിരുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ അത്രയും അഴുക്കായിട്ടുള്ള ഡ്രസ്സ് ഇല്ല. അപ്പൊ പിന്നെ ഉള്ളത് ചവിട്ടിയാണ്. അപ്പൊ ചവിട്ടി എടുത്തിട്ട് അലക്കിയപ്പോ നല്ല കളറും കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു. അപ്പൊ അഴുക്കും നല്ലപോലെ പോകുന്ന നല്ല ഗ്യാരണ്ടിയാണ്. അപ്പൊ വേറെ പിന്നെ ഉള്ള കാര്യം എന്ന് വെച്ചാല് ഡ്രയർ ഇല്ല, നമുക്ക് വാഷ് ചെയ്യാൻ മാത്രമുള്ള ഇത് മാത്രമേ ഉള്ളൂ. മറ്റുള്ള വാഷിംഗ് മെഷീൻ ഡ്രയർ കാര്യങ്ങളുണ്ട്, പക്ഷെ കലക്കുന്നതാണല്ലോ ബുദ്ധിമുട്ട്, ഉണങ്ങണമെന്ന് നമുക്ക് കാര്യമല്ല. അപ്പൊ എല്ലാവർക്കും എന്താ പറയാ, ഈ ഒരു വാഷിംഗ് മെഷീൻ ഉപകാരപ്രദമാവും. അപ്പൊ വാങ്ങാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഞാൻ ഇതിന്റെ നമ്പർ, വാട്സപ്പ് നമ്പർ കാര്യങ്ങൾ ഞാൻ വെച്ചേക്കാം. അപ്പൊ എല്ലാവരും ഒന്ന് വാങ്ങുക. അപ്പൊ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല, കുറച്ച് ദിവസമല്ലേ വന്നിട്ട്, അപ്പൊ അങ്ങനെ വന്നതാണ്. പിന്നെ എല്ലാവരും പറയുന്നത് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യാനും പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ചെറുതായിട്ട് അങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം എവിടെയെങ്കിലും പോകുന്നതോ കാര്യങ്ങളൊക്കെ പറയാം. ചെറുതായിട്ട് അടുത്തന്നെ ഒരു ട്രിപ്പ് പോകണുണ്ട്. ഒരു 2 മാസം മുന്നേ നമുക്ക് പ്ലാൻ ചെയ്തതാണ്. 2 മാസമല്ല, ഞങ്ങൾ വേളാങ്കണ്ണി പോയിട്ടുണ്ടായിരുന്നല്ലോ, വേളാങ്കണ്ണി കൊടൈക്കനാൽ. ആ ഒരു ടൈമിൽ നമുക്ക് വീട്ടിൽ വന്നതിന് ശേഷം നമുക്ക് കിട്ടിയൊരു ഇതാണ്, കൊളാബറേഷന്റെ ഭാഗമായിട്ട് തന്നെയാണ്. അപ്പൊ നമ്മൾ ട്രിപ്പ് അടുത്ത് തന്നെ പോകുന്നുണ്ട്. അതൊക്കെ വഴിയെ നമുക്ക് ഈ ചാനലിലും കാണാം, ചാനലിലും കാണാം കേട്ടോ. അപ്പൊ നമ്മുടെ വീഡിയോസ് കാര്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, എല്ലാവരും വീഡിയോസ് ഒന്നും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഷോർട്ട് വീഡിയോസ് ഒക്കെ കാണാൻ, ഷോർട്ട് വീഡിയോസ് ഒക്കെ വല്ലപ്പോഴേക്ക് ഇടുള്ളൂ. ലെങ്ത് വീഡിയോ വല്ലപ്പോഴേക്ക് ഇടുന്നുള്ളൂ കേട്ടോ. എനിക്ക് തോന്നണ പോലെയൊക്കെ ഇടുന്നുള്ളൂ, അല്ലാതെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരു രസത്തിന് വേണ്ടി അങ്ങനെ ചെയ്യണമെന്നല്ലേ. നമുക്ക് ഒരു ചാനലിലെ മുമ്പോട്ട് പോകാൻ നമുക്ക് പറ്റുന്നില്ല, അതായത് ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്നാലും ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് പരമാവധി. അപ്പൊ എല്ലാവരും സപ്പോർട്ടും പ്രാർത്ഥനയും എന്നും വേണം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ബൈ.